മുഖ്യമന്ത്രി പിണറായി വിജയന്റെ UAE സന്ദർശനം തുടക്കമായിരിക്കുകയാണ്. ഇന്നലെ രാത്രി കുവൈറ്റിൽ നിന്ന് അബുദാബിയിലെത്തിയ മുഖ്യമന്ത്രിയെ അൽബത്തീൻ വിമാനത്താവളത്തിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തലാണ്, ഒപ്പം ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയും ചേർന്നാണ് വരവേറ്റത്. നാളെ വൈകുന്നേരമായിരിക്കും മുഖ്യമന്ത്രി പൊതുപരിപാടിയിലൊക്കെ പ്രവാസികളെ അഭിസംബോധന ചെയ്യുക എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, മുഖ്യമന്ത്രിക്ക് UAEയിലുള്ള പരിപാടികൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്? ധന്യ, ഈ വരവിൽ മുഖ്യമന്ത്രി അബുദാബിയിൽ മാത്രമാണ് സന്ദർശനം നടത്തുന്നത്. ഇനി അടുത്ത വരവിലാണ് ദുബൈയിലേക്ക് എത്തുന്നത്. ഡിസംബർ 1-ാം തീയതിയാണ് ദുബൈയിലേക്കുള്ള പരിപാടികൾ ചാർട്ട് ചെയ്തിട്ടുള്ളത്. അൽബത്തീൻ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ മുഖ്യമന്ത്രിയെ ഇന്ത്യൻ അംബാസിഡറും അതേപോലെ തന്നെ MA യൂസഫ് അലിയും ഒക്കെ ചേർന്ന് സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം രാവിലെ UAEയുടെ സഹിഷ്ണുതാ കാര്യമന്ത്രി ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാന്റെ കൊട്ടാരത്തിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു. ഇപ്പോൾ അദ്ദേഹം പങ്കെടുക്കുന്നത് കൈരളി TVയുടെ രജത ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ്. ആ പരിപാടിയിൽ ജോൺ ബ്രിട്ടാസ് MP ഉണ്ട്, അതേപോലെ തന്നെ മമ്മൂട്ടിയുണ്ട്. ഒരു വലിയ ആളുകൾ, ജനക്കൂട്ടം പങ്കെടുക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഇത്. പക്ഷേ കൈരളി TVയുമായി ബന്ധപ്പെട്ടവരാണ് കൂടുതൽ അതിൽ പങ്കെടുക്കുന്നത്. നാളെ ആണ് ഒരു പൊതുപരിപാടി നടക്കുന്നത്. അത് അബുദാബി സിറ്റി ഗോൾഫ് ക്ലബ്ബ് മൈതാനത്താണ് ആ പരിപാടി. കേരളപ്പിറവിയുടെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് മലയാളോത്സവം എന്ന പേരിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ UAEയുടെ സഹിഷ്ണുതാ കാര്യമന്ത്രി ഷെയ്ഖ് നഹിയാൻ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറി ജയതിലക് ഉണ്ട്. പിന്നെ മറ്റ് പൗരപ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. MA യൂസഫ് അലി പങ്കെടുക്കുന്നുണ്ട്. വലിയൊരു പരിപാടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നത്. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അബുദാബിയിലേക്ക് വാഹന സൗകര്യം ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത വരവിൽ ഡിസംബർ 1-ന് മുഖ്യമന്ത്രി ദുബൈയിലും വിപുലമായ പരിപാടികളിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ധന്യ. ശരി ഷിനോജ്.